ചില കഥകൾ നമ്മെ സന്തോഷിപ്പിക്കും, ചിലത് ചിന്തിപ്പിക്കും. പക്ഷേ ചില കഥകൾ അത് നമ്മെ ഉള്ളിൽ നിന്ന് തന്നെ തകർക്കും. ആടുജീവിതം അത്തരമൊരു കഥയാണ്. കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമം, അവിടെ ജീവിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യൻ നജീബ്. അവൻ്റെ സ്വപ്നങ്ങൾ വളരെ ചെറുതായിരുന്നു. ഭാര്യയ്ക്ക് നല്ലൊരു ജീവിതം, ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന് സുരക്ഷ, കടങ്ങളില്ലാത്ത ഒരു ഭാവി. അതിനുവേണ്ടിയാണ് അവൻ ഗൾഫിലേക്ക് പോയത്. പക്ഷേ അവൻ വിമാനത്തിൽ കയറിയ നിമിഷം മുതൽ അവൻ്റെ ജീവിതം മറ്റൊരാളുടെ കയ്യിലായി. സൗദിയിലെ വിമാനത്താവളത്തിൽ നിന്ന് ഒരു അറബി മനുഷ്യൻ അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. നജീബ് കരുതിയത് താനൊരു ജോലി സ്ഥലത്തേക്കാണ് പോകുന്നതെന്ന്. പക്ഷേ കാർ നിർത്തിയത് മനുഷ്യരില്ലാത്ത ഒരു തീ പൊള്ളുന്ന മരുഭൂമിയുടെ നടുവിൽ. ആടുകൾ, നൂറുകണക്കിന് ആടുകൾ, അവയാണ് ഇനി അവൻ്റെ കൂട്ടുകാർ. രാവിലെ മുതൽ രാത്രി വരെ അവയെ മേയ്ക്കുക, ചൂടിൽ കരിഞ്ഞ് ദാഹത്തോടെ വിറച്ച് അർബാബിൻ്റെ അടിയും അധിക്ഷേപവും സഹിക്കുക. അതാണ് അവൻ്റെ ഓരോ ദിവസവും. ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ പലതായി. നജീബ് പതിയെ തൻ്റെ ഭാഷ മറന്നു, സ്വന്തം മുഖം മറന്നു, മനുഷ്യരോട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും മറന്നുപോയി. അവൻ ആടുകളോട് സംസാരിക്കാൻ തുടങ്ങി, അവയ്ക്കു പേരിട്ടു. കാരണം ആ മരുഭൂമിയിൽ അവനെ കേൾക്കാൻ മറ്റാരുമില്ലായിരുന്നു. ഒരു ദിവസം വെള്ളത്തിൽ തൻ്റെ പ്രതിബിംബം കണ്ട നജീബ് ഞെട്ടി. നീണ്ട മുടി, കരിഞ്ഞ ശരീരം, മൃഗത്തെ പോലുള്ള കണ്ണുകൾ. അവൻ തിരിച്ചറിഞ്ഞു, മരുഭൂമി അവൻ്റെ ശരീരം മാത്രമല്ല, അവൻ്റെ മനുഷ്യത്വവും കവർന്നെടുത്തു. ഒരു രാത്രി നജീബും ഹക്കീമും രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. മുന്നിൽ വഴിയില്ല, പിന്നിലോ മരണം. എന്നാലും അവർ നടന്നു, ചൂടിലൂടെ, വിശപ്പിലൂടെ, ഭയത്തിലൂടെ. മരുഭൂമിയുടെ നടുവിൽ ഓരോ ചുവടും മരണത്തോടടുക്കുന്നത് പോലെയായിരുന്നു. അവസാനം ഹക്കീം തളർന്നു വീണു. വെള്ളമില്ല, ശക്തിയില്ല. നജീബ് നോക്കി നിൽക്കുമ്പോൾ അവൻ്റെ സുഹൃത്ത് മരുഭൂമിയിൽ അവസാന ശ്വാസവും എടുത്തു. ആ നിമിഷം നജീബ് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. പക്ഷേ ജീവിക്കാനുള്ള മനുഷ്യൻ്റെ ആഗ്രഹം ചിലപ്പോൾ മരണത്തെക്കാളും ശക്തമാണ്. നജീബ് വീണ്ടും നടന്നു. അവസാനം അവൻ രക്ഷപ്പെട്ടു. മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നിട്ടും മരുഭൂമി ഒരിക്കലും അവൻ്റെ ഉള്ളിൽ നിന്ന് പോയില്ല. ആടുജീവിതം ഒരു നോവൽ മാത്രമല്ല, സ്വപ്നങ്ങളുമായി വിദേശത്തേക്ക് പോകുന്ന അനേകം മനുഷ്യരുടെ മറച്ചുവെച്ച നിലവിളിയാണ്. ഇത്തരത്തിലുള്ള മലയാളം നോവൽ കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.